പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം? ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിരുന്നല്ലോ പ്രസ്താവന. CPM-ന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ്. അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവര്. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ CPM നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല. അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ, ആചാരങ്ങളെയും എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും സംസാരിച്ചത്. ഇപ്പോഴെന്താണ് ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം CPM-ന് വന്നത്? അത് കൊണ്ടു. അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാരലംഘനം നടത്തിയതോ ഒന്നുമല്ല പ്രശ്നം, ഒരു പാരഡി ഗാനമാണ് പ്രശ്നം. എത്രമാത്രം ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു, എത്ര താഴേക്ക് പോയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന്. അത്ര നാണക്കേടാണ്. കേരളത്തിന് ചോദിച്ചല്ല ഇത്. എല്ലാവരും ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട്. കേസെടുത്ത കാര്യം പറഞ്ഞിട്ട് സാമാന്യ ബോധമുള്ള എല്ലാവരും ചിരിക്കുകയാണ്. ഇവർ ഈ തോൽവി ഇവരുടെ സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഈ തോൽവി, ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഞാൻ അത് നിയമപരമായി നിലനിൽക്കും എന്ന് കരുതുന്നില്ല. ഞാനും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ്. ഒരു കാരണവശാലും നിലനിൽക്കില്ല. കാരണം ഇത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ മീതെയുള്ള കടന്നുകയറ്റമാണ്. സുപ്രീം കോടതി സമാനമായ കേസുകളിലെ കൃത്യമായ വിധികളുണ്ട്. അതൊന്നും പരിശോധിക്കാതെ വൈരാഗ്യം കൊണ്ട് മാത്രം കേസെടുത്തിരിക്കുന്നു. ഇതൊന്നും നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നതാണ്. അതാണ് പ്രശ്നം. അല്ല, വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ വിരോധം? വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ പാട്ട് കൂടുതൽ പാടും. കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട്. ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും. കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇത് പാടണമെന്ന് എല്ലായിടത്തും. ഇപ്പോൾ ഇവര് പ്രചാരണം കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചപ്പോ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു 15 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാടിയ ആളുകളെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. അപ്പൊ പ്രചാരം കൊണ്ട് കാര്യമുണ്ട്. അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ പുറത്തു നിന്ന് വെല്ലുവിളിക്കുന്നത് എന്തിനാ? കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിലല്ലേ ഹാജരാക്കണത്. അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണത്? ഇതിനകത്ത് വളരെ സിമ്പിളാണ് കാര്യം. ഞാനല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റ് കാണും അല്ലേ? വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുള്ളൂ, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കോടീശ്വരൻ അത് വിറ്റ്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉണ്ട്. It would have been sold to a willful purchaser for a substantial amount എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല പറഞ്ഞു, ഇറ്റ്. പിന്നെ കോടതി തന്നെ വേറെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം അറിയായിരുന്നത്, ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത്. അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിലെന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്കൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പൊ പിന്നെ 2 കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത്, മാനം പോയെന്ന്. 2 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചത്. അത് കോടതിയിലെത്തിയപ്പോ 10 ലക്ഷമായിട്ട് മാനം കുറഞ്ഞു. 2 കോടിയുടെ അറിയില്ല എനിക്ക്. പിന്നെ 2 കോടിയുടെ നോട്ടീസ് അയച്ച് 10 ലക്ഷത്തിന്റെ മാനവും ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം. ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എന്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ എന്തിനാ തെളിവ് ഹാജരാക്കണേ? കോടതി പറയുമ്പോഴല്ലേ തെളിവ് ഹാജരാക്കണേ? കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ, സിവിൽ കോടതിയല്ലേ. ആ സിവിൽ കോടതിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം. കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കുന്നത് കോടതിയിൽ ഹാജരാക്കും. ഞാനിത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, കനത്ത സമ്മർദ്ദം, അന്വേഷണം മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അതിനെ അവര് മറികടന്ന് അവര് പോകുന്നതാണ്. ഞാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പറയുന്നില്ല. അത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ്. അവർ കുറെ മുന്നോട്ട് പോയിരുന്നു. പിന്നെ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ട്, അത് എന്താണെന്ന് അവർക്ക് അറിയുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മീതെ ഇപ്പോൾ മാത്രമല്ല, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അവരുടെ മീതെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നീട്ടി കൊണ്ടുപോകണം, വേറെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നീക്കിക്കൊണ്ടു പോകണം എന്നൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിനവർ കീഴടങ്ങിയൊന്നും എനിക്കറിയില്ല. അതെ, ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ഞാനിപ്പോ കൊച്ചിയിലെ തന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാത്തിലും വാർത്തകൾ മേയർ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള കേരളത്തില് കോൺഗ്രസ് പാർട്ടി UDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിന്റെ ഈ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് KPCCയിൽ നിന്ന് ഒരു നിർദ്ദേശം വരും. പ്രൊസീജിയർ എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ആകുന്നതല്ല, ഒരു സത്യപ്രതിജ്ഞ പോലും 21-ാം തീയതിയുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്, മേയറെയും ചെയർമാനെയും പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുക്കാൻ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട്. അത് KPCC പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിക്കും. ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു. അതിനുമുമ്പ് എങ്ങനെ ഞങ്ങൾ മേയറെ തെരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മേയറെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും നിങ്ങൾ ഓരോ മേയറെ തെരഞ്ഞെടുക്കുക. നിങ്ങളെന്ന് വെച്ചാൽ പല പത്രങ്ങളും പല മാധ്യമങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേയർമാരെ തെരഞ്ഞെടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനെങ്കിലുള്ള ഒരു അനുവാദം താ നിങ്ങൾ. ഞങ്ങളുടെ നടപടിക്രമം KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോണല്ലോ. അതിനു മുമ്പ് DCC പ്രസിഡന്റിന് യോഗം കൂടി തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വന്നുകൂടെ വന്ന് ഇന്ന ആളാണ് മേയർ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അതൊക്കെ CPM-ൽ ഇന്നലെ പോയി ഒപ്പിട്ട് വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഏത് ഗവർണറായിട്ട് ഒത്തുതീർപ്പേ ഉണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെയുള്ള നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടേറിയറ്റിൽ ചോദിച്ചു, ഇത് ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാ നല്ലതാണ്, അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഷിയാസ് സമ്മതിക്കില്ല ഞാനങ്ങനെ പറഞ്ഞ. ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അത് വേറെ തീരുമാനിക്കണം ഞാനല്ല, DCC പ്രസിഡന്റും അല്ല. അതിനൊരു നടപടിക്രമം വരും. ആ നടപടിക്രമം KPCC തന്നാൽ അതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് കൗൺസിലർമാരുടെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായമൊക്കെ കിട്ടില്ല. ഞങ്ങൾ മോളിൽ നിന്ന് കെട്ടിയിറക്കല്ല മേയർ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയയുടെ വായി മൂടിക്കെട്ടാൻ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? എന്നെ പറ്റി എന്തൊക്കെയാ പറയണത് സോഷ്യൽ മീഡിയയിൽ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറവുണ്ട്. അതൊന്നുമില്ല. കോൺഗ്രസ് അനുഭവ ഗ്രൂപ്പ് ഒന്നും അങ്ങനെ അവർക്ക് അറിയാല്ലേ. അവരിപ്പോ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊന്നും അല്ല തീരുമാനിക്കുന്നത്. ഒരാളും അല്ല തീരുമാനിക്കുന്നത്. ഇത് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമം. അത് അയച്ചിട്ടില്ല KPCC, നിന്ന് അയക്കുള്ളൂ. അത് കിട്ടിയിട്ട് വേണ്ടി ഞങ്ങൾക്ക് ഇതൊന്ന് വിളിക്കാൻ. KPCCയുടെ നിർദ്ദേശം കിട്ടാതെ DCC പ്രസിഡന്റിന് ആക്ട് ചെയ്യാൻ പറ്റുമോ? മിനിയാതെ ഏതോ പത്രത്തിൽ എഴുതി പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കും. ഞാനാണ് മേയറെ തീരുമാനിക്കുന്നത്? അത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ജാതിമത സമവാക്യങ്ങളൊന്നും പരിശോധിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അർഹതപ്പെട്ട ആളുകളെ അവർക്ക് ഇതുണ്ടാവും. പിന്നെ ജയിച്ചു വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കും, അവരുടെ അഭിപ്രായം ചോദിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ സ്വീകരിച്ചത് ജയിച്ചു വന്ന ആളുകളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് പാർട്ടി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അത് വളരെ സുതാര്യമായ ഒരു നടപടിക്രമമാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് തീരുമാനിക്കണ പോലെ അല്ല. അങ്ങനെയല്ല. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ ദയവീതി ഞങ്ങളെ ഉപദ്രവിക്കില്ല. ഇതിൻ്റെ ആ ജയിച്ചതിന്റെ ഗ്രേസ് കളയല്ല ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ നടപടിക്രമം ആരംഭിച്ചിട്ടില്ല. ഒന്നാ ജയിച്ച എല്ലാവരും സന്തോഷിച്ച എല്ലാവരും നാട്ടിലൊക്കെ പോയി നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അത്ഭുതപ്പെടും. എല്ലാ ദിവസവും വാർത്തയാണ് കൊച്ചിയിൽ ആരാണ് മേയർ എന്ന് പറയുന്നത്. ദൂരവ്യാപകമായ ഒരു
അല്ലല്ല, ഞാൻ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഞങ്ങളത് സംസ്ഥാന തലത്തിലാണ് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. 19-ാം തീയതി കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി കൂടുന്നുണ്ട്. 22-ാം തീയതി UDF യോഗം ചേരുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് ഇത്തരം കാര്യങ്ങളിലുള്ള സ്റ്റാൻഡ് എന്ന് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയും ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല, ഞാനല്ലല്ലോ പറയുന്നത്. പാർട്ടി തീരുമാനം എടുത്തിട്ട് ഔദ്യോഗികമായി പാർട്ടി പറയും. UDF ഒരു തീരുമാനം പറയിക്കുന്നത് എല്ലായിടത്തും UDF അല്ലേ. UDF ഒരു തീരുമാനം പറയും. UDF യോഗം കൊച്ചിയിൽ വെച്ച് തന്നെ 22-ാം തീയതി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് തീരുമാനം എടുക്കുള്ളൂ. ഇതൊക്കെ ഒരു നടപടിക്രമമില്ലേ. അപ്പൊ ദയവ് ഇത് ഈ വേറെ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് വിട്ടു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അത് അല്ല, അതെന്തിനാ നിങ്ങൾ ഇത്ര ധൃതി പിടിക്കുന്നത്? എത്രയോ ദിവസമുണ്ട് ഇനി. ഇത്രയും ദിവസം മുമ്പ് തീരുമാനിച്ചു വെക്കണം. 21-ാം തീയതി അല്ല അവരുടെ സത്യം അല്ലേ? 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഇന്നിപ്പോ എത്രാം തീയതിയായി? അത്രയല്ലേ ആയുള്ളൂ. കളമശ്ശേരി. അത് അവിടെ പാസ്സാക്കിയല്ല. അവിടെ നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ അതിനെ എതിർത്ത് നമ്മൾ ഇത് ചെയ്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് പിണറായി വിജയൻ ദുബായി പോയത്. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടി ചോദിച്ചെന്നോ? അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഞങ്ങളടക്കമുള്ള എല്ലാ ആളുകളും എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രചരണം പോലും നടത്താതെ പിണറായി വിജയൻ ദുബായിക്ക് പോയല്ലോ. അതെന്താണ് കാര്യം? ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഈ ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ മനസ്സിലായില്ല. ചോദിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഹുൽ ഗാന്ധി ജർമ്മനി പോകുന്നതിന് എന്തോ കുഴപ്പം? നേരത്തെ ചെയ്ത അക്കാഡമിക് ആയിട്ടുള്ള പരിപാടികൾക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ മുന്നണിയൊക്കെ നയിക്കാൻ പാർട്ടി ഉണ്ടല്ലോ. പാർട്ടി നയിക്കുന്നുണ്ട്. വളരെ ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പോരാടുന്നുണ്ട്. സമരങ്ങളുണ്ട്. ഇന്ത്യ വ്യാപകമായി സമരങ്ങൾ നടക്കുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്ക് ജർമ്മനിയിൽ അദ്ദേഹം പോയ വലിയ കുഴപ്പമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി വിജയന് പോവാ ദുബായിൽ. വളരെ മോശമായി പോയി. ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താതെ ദുബായി പോയിരുന്നു. എന്നെ കൊണ്ട് പുള്ളി അത് പറയിപ്പിച്ച്. ഞാൻ ഇതുവരെ അത് പറയായിരുന്ന. ശരിയപ്പോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് VD സതീശൻ. സ്വർണ്ണക്കവർച്ച നടത്തിയതല്ല LDFന് പ്രശ്നം, പാരഡി ഗാനമാണ് LDFന് പ്രശ്നമെന്നാണ് VD സതീശൻ പറയുന്നത്. കൂടാതെ തന്നെ കേസെടുത്തത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമെന്നടക്കമുള്ള കാര്യങ്ങളാണ് VD സതീശൻ പറഞ്ഞത്.